ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മൂന്നാറിലെ തന്നെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ്. റിസോർട്ടായ സ്കൈലാർക്കിലാണ്. ഗായ്സ്, ആൾറെഡി നമുക്കിവിടെ ചെക്കിംഗ് ടൈം പറഞ്ഞിരുന്നത് 2 മണിക്ക്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി, 2 മണി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ചുറ്റും കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവരെ പലതരത്തിലുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഗായ്സ്, അതുപോലെ തന്നെ ഇവിടെ റിസപ്ഷൻ ഏരിയ വരുന്ന നേരെ ആ കാണുന്ന ബിൽഡിങ്ങിലാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ റൂം എടുത്തേക്കുന്ന ബിൽഡിങ്ങാണ്. ഈ കാണുന്ന 3 റൂമും നമ്മുടെ റൂമാണ്. അപ്പോൾ നമ്മുടെ റൂം ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബാത്റൂമാണ്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി തന്നെ ആ ബാത്റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഉള്ള അത്യാവശ്യം വലിയൊരു ബെഡാണ്. ഈ കാണുന്നത് എൻ്റെ സ്വന്തം ബ്രദറാണ്, എൻ്റെ സ്വന്തം അനിയനാണ്. അതുപോലെ തന്നെ ഈ റൂമിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഇൻറ്റീരിയർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് ഈ റൂം നമുക്ക്. ഈ റൂമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഈ ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂവും അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും അത് വേറെ തന്നെയാണ് ഗൈസ്. ചുറ്റും വലിയ വലിയ മരങ്ങളും അതിൻ്റെ പിറകെ മലകളും, പിന്നെ എസ്പെഷ്യലി ഈ പൂളിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. നല്ല വൈഡ് പൂളാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഗാർഡൻ ഏരിയ ഒരു രക്ഷയില്ല ഗൈസ്. ഈ റൂമിൽ നോക്കുമ്പോൾ നല്ലൊരു പീസ് മൂഡ് തരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഈ ബാൽക്കണി നമുക്ക് 2 ചെയർ വരുന്നുണ്ട്. 2 ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ പരസ്പരം കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമായിരിക്കും. ഫാമിലിക്കും കപ്പിളിനും ഫ്രണ്ട്സിനും ഒക്കെ ഒരേപോലെ ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. എനിക്ക് പേഴ്സണലി ഈ റൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ബാൽക്കണി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് റൂമിൽ ടീ മേക്കറും വെള്ളമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗായ്സ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് തരുന്ന റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. എസ്പെഷ്യലി ക്യാരം ബോർഡ് ആയാലും നമുക്ക് എല്ലാവർക്കും ഒത്തിരുന്ന് എൻ്റർടൈൻമെൻ്റ് ആവാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വന്ന് കയറിയുടനെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വീതം കഴിച്ച് പോകുന്നേ ഉള്ളൂ. കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗൈസ്, നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് നേരെ പൂളിലേക്ക് പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ പൂൾ ഏരിയയിലേക്ക് എത്താറായി. ബാക്കിയുള്ളവർ ആൾറെഡി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിസോർട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാർട്ടെന്ന് പറയുന്നത് അവിടുത്തെ പൂൾ ഏരിയ തന്നെയാണ്. ഗായ്സ്, ഈ പൂള് കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഓടിച്ചെന്ന് ചാടാനാണ് തോന്നുന്നത്. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് മാത്രം. കാരണം അത്രയ്ക്ക് അടിപൊളി പൂളാണ്. നമ്മൾ മുകളിലാണ് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളെ റൂം വരുന്നത്. എങ്ങനെ പോയാലും ഒരു 10-20 പേർക്ക് ഈ ഒരു പൂളിൽ അറ്റ് എ ടൈം നിൽക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് വലിയ പൂളാണ്. എല്ലാവരും എന്തോ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഗൈസ്, എല്ലാവരും ഇവിടുത്തെ വ്യൂ ആസ്വദിച്ച് നിരന്ന് നിൽപ്പുണ്ട്. ഇവിടുത്തെ ഒരു ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിക്ക് അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാക്ക് ഏരിയയിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതോ ആ കാണുന്നതാണ് എൻ്റെ പെങ്ങൾ. ഇവിടെ നേരെ ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടിയതാണ്. എക്സ്പ്ലോർ ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. എല്ലാവരും ദാ പൂളിലേക്ക് ചാടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എന്നിട്ട് ബാക്കിയുള്ള ഇപ്പോഴും അവിടെ പൂളി കിടക്കാണ്. എനിക്കാണ് സംസാരിക്കാൻ പോലും പോയി. എൻ്റെ ശരീരം മൊത്തം സത്യം പറഞ്ഞാൽ മരവിച്ച് പയ്യവരെ കയറി. ഗായ്സ്, ഈ ഒരു സീസണിലെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ്, നല്ല മഴ, അതുപോലെ തന്നെ നല്ല കോട, ഇതെല്ലാം കൂടെ ഒരേ സമയം കിട്ടുന്ന ഒരേ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ജൂൺ ജൂലൈ കാലാവസ്ഥയാണ്. പക്ഷേ മൂന്നാറിലേക്ക് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലുണ്ടാവാം, അങ്ങനെ ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അത് വേറെ ഫീല് തന്നെയാണ്. കാരണം നല്ല രീതിക്ക് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റി, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സീസൺ തന്നെയാണ് ഈ ഒരു ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ. ഗായ്സ്, അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുള്ളൊരു തത്രപ്പാടിലാണ്. ഗായ്സ്, നൈറ്റ് നമ്മളെ റൂമിലെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
ഐസ് നോക്ക് ഒരു രക്ഷയില്ലല്ലേ നമ്മളെ ആ ഒരു പൂളും അതുപോലെ തന്നെ ലൈറ്റ് ഇട്ട ആ ഒരു ഗാർഡൻ ഏരിയ വരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ, അത് വേറൊരു കാര്യം. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. എസ്പെഷ്യലി പറയാലോ ഈ ഒരു പൂൾ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നൈറ്റ് ലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നൈറ്റ് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കുവാണ്. നമ്മൾ ആൾറെഡി റൂമിൽ ഇരുന്ന് തന്നെ ഫുഡെല്ലാം എന്തൊക്കെ വേണ്ടതെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോവാം. പ്രൊഫഷണൽ മൻസൂർ. ഗൈസ്, രാവിലെ ഈ വ്യൂ കണ്ടോണ്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. സത്യം പറയാലോ ഇത്രയും നേരം ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞത്. ഗൈസ്, അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഗായ്സ്, ഈ ഒരു റിസോർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാർ ചിന്നക്കനാലിലാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ മൂന്നാറിലേക്ക് ഒരു സ്റ്റേക്കേഷനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഗായ്സ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇവരുടെ ഫുഡ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ച ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഷാഹി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. ഗായ്സ്, അപ്പോൾ 11 മണിക്കാണ് നമുക്ക് ഇവിടുത്തെ ചെക്ക് ഔട്ട് ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു അടിപൊളി സ്പോട്ടാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പരുന്തുംപാറ എത്തിയേക്കാണ്. നിൽക്കാൻ പറ്റില്ല, കാറ്റുണ്ട്. ഗൈസ്, സത്യം പറയാലോ, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അതും ഈ ഒരു സമയത്ത്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വ്യൂവും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. ഗൈസ്, മഞ്ഞും മഴയും എല്ലാം കൂടെ ചേർന്നൊരു ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. ഗായ്സ്, സത്യം പറഞ്ഞാൽ മഞ്ഞ് കാരണം നമുക്ക് ഇവിടെ വ്യൂ കാണാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു സൈഡ് മൊത്തം നല്ലൊരു സ്ലോപ്പാണ്, നല്ലൊരു കുഴിയാണ്.
ഈ മഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ വ്യൂ എന്താണ് നമുക്ക് സത്യം പറഞ്ഞാൽ കാണാമായിരുന്നു. സുന്ദരി സുന്ദരി ഓ കാറ്റ് കാരണം അങ്ങോട്ട് പോവാൻ പോലും പോയി സത്യം പറയാമല്ലോ. എങ്ങനെയുണ്ട് പരുന്തും പാറ എങ്ങനെയുണ്ട്? ഗായ്സ് ഇതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ കോട മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള വ്യൂ എന്താണെന്ന് കാണാൻ പറ്റാതെ പോയി. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് മാറുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും ഇവിടെ കോട മൂടും. ഗായ്സ് അപ്പോൾ എല്ലാവർക്കും തണുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ചായയും മാഗിയൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കാണ്. തണുപ്പ് കാരണം വായിൽ വയ്ക്കുന്ന ഭക്ഷണത്തിന് ചൂടുണ്ടോയെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഗായ്സ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വണ്ടിയിലേക്ക് കയറാനുള്ള ഒരു തത്രപ്പാടാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയൊരു അടിപൊളി വ്ലോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ബായ് ഗായ്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് നമുക്ക് നേരെ റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം രാത്രിയായപ്പോൾ മഞ്ഞ് ഫുള്ള് ഇറങ്ങി റോഡ് മൊത്തം മൂടി.